അഹിംസക്കെതിരെ ഒരുപാട് യുദ്ധം ചെയ്യുന്ന ഗാന്ധി മലബാർ റൈറ്റ്സിൽ, മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ റൈറ്റ്സിൽ അദ്ദേഹം പറയാണ്, ലെറ്റ് മീ നോട്ട് ബി മിസ്അണ്ടർസ്റ്റുഡ്. ഐ വാണ്ട് ബോത്ത് ഹിന്ദു ആൻഡ് മുസൽമാൻ ടു കൾട്ടിവേറ്റ് ദ കൂൾ കറേജ് ടു ഡൈ വിത്തൗട്ട് കില്ലിങ്. ഈ വാക്കുകളെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ മലബാറിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ദേ ഷുഡ് കൾട്ടിവേറ്റ് ദ കൂൾ കറേജ് ടു ഡൈ വിത്തൗട്ട് കില്ലിങ്. ഡൈ വിത്തൗട്ട് കില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നു കൊടുക്കുക. ഡൈ വിത്തൗട്ട്, നിങ്ങൾ കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒരു കറേജ് മലബാറിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ദ ലേ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഓഫ് മലബാർ ഇങ്ങനെ ഇരിക്കും. ഇത് എന്തോന്നാണ് ഈ പറയുന്നത്? അല്ല, കലാഭവൻ ഷാജോന്റെ ഒരു സ്നാപ്ഷോട്ട് ഉണ്ട്. എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? സമാനമാണ് അദ്ദേഹം പറയുന്നത്. ഐ വോണ്ട് ബോത്ത് ദ ഹിന്ദുസ് ആൻഡ് മുസൽമാൻ ടു കൾട്ടിവേറ്റ് ദ കൂൾ കറേജ് ടു ഡൈ വിത്തൗട്ട് കില്ലിങ്. മരിക്കണം, കൊല്ലരുത്. എന്നിട്ട് അടുത്ത വരി കേട്ടോ, ബട്ട് ഇഫ് വൺ ഹാസ് ദാറ്റ് കറേജ്, അങ്ങനെ ഒരു കറേജ് ഉണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ, ഐ വാണ്ട് ഹിം ടു കൾട്ടിവേറ്റ് ദ ആർട്ട് ഓഫ് കില്ലിങ് ആൻഡ് ബീയിങ് കിൽഡ്. ഇനി അങ്ങനെ ഒരു കറേജ് ഇല്ല, അതായത് ഡൈ വിത്തൗട്ട് കില്ലിങ് എന്ന് പറഞ്ഞൊരു നിന്നു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കിൽ ആൻഡ് ഗെറ്റ് കിൽഡ്. കൊല്ലുക, കൊല്ലപ്പെടുക, അതാണ് അതിനേക്കാൾ നല്ലത്. ഗാന്ധി ഇത് എന്ത് സാധനം അടിച്ചെന്ന് എനിക്കറിയില്ല. അത് പറ്റിയില്ല, ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. I want him to cultivate the art of killing and being killed rather than in a cowardly manner flee from danger. ഓടിപ്പോവാതെ. ആദ്യം പറഞ്ഞ ഇതാണ്. മൂന്നായിട്ട് ഞാൻ ചുരുക്കി പറയാം. നിങ്ങളൊരു കറേജ് ഉണ്ടാക്കണം. എന്ത് ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ വിത്തൗട്ട് കില്ലിങ്, കൊല്ലാതെ മരിക്കാനായിട്ടുള്ള കറേജ് ഉണ്ടാക്കണം. ഇനി അത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കൊല്ലുക, കൊല്ലപ്പെടുക, അല്ലാതെ ഒളിച്ചോടി പോകുന്നതാണ് ഏറ്റവും വലിയ കവേർഡേജ്. ജീവനം കൊണ്ട് ഞാനിതൊക്കെ വായിച്ച് കുരുങ്ങിപ്പോയില്ല. ഒരുമാതിരി പണ്ടത്തെ കാസറ്റിന്റെ വള്ളി കുരുങ്ങുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇവിടെയാണ് ഈ മാപ്പിള ലഹളയായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഉള്ള ഒരു പ്രശ്നമായിട്ടാണല്ലോ അത് വന്നത്. ഇവിടെ എന്തൊക്കെ തിയറി ഉണ്ടെന്ന് പറഞ്ഞാലും തിയറി പറഞ്ഞവരൊക്കെ പിന്നെ എവിടെ പോയി ഒളിച്ചിരുന്നു നമുക്കറിയാം. അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗാന്ധി ആദ്യമായിട്ട് മുസ്ലിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു നിവൃത്തിയില്ലാതെ മാപ്പിള ലഹളയുടെ കാര്യത്തിൽ ചെയ്തതാണ്. ആൻഡ് ഹി ക്രിട്ടിസൈസ്ഡ് the forcible conversions and looting. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, the majority of Muslims, the Muslim leaders, they must work always so silently and effectively that such things might become impossible even on the part of the most fanatical among them. മുസ്ലിങ്ങളുടെ ഏറ്റവും തീവ്രവാദികൾക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം ഇനി ഒരിക്കലും ചെയ്യാൻ കഴിയാത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം നേതൃത്വം കാഴ്ചവെക്കണം. ഭീകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. The Muslims must naturally feel the shame and humiliation of Mappila conduct. മലബാറിൽ മാപ്പിളകൾ നടത്തുന്ന ആ പ്രവർത്തനം കൊണ്ട് മുസൽമാൻ അപമാനം കൊണ്ട് തല താഴ്ത്തണം. മുസ്ലിം നേതൃത്വം ഈ പണി ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ, ഏറ്റവും വലിയ തീവ്രവാദിയെ കൊണ്ടുപോലും ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അതുപോലെ തന്നെ യങ് ഇന്ത്യയിൽ നമ്പർ 24 അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് വന്നു. I am sorry to hear of the excesses committed by the mob laws against Hindu. അതിക്രമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ മുഹമ്മദീയർ നടത്തിയ ആ അതിക്രമങ്ങൾ കണ്ടിട്ട് ഐ എം വെരി സോറി. സച്ച് ആക്ട്സ് ആർ അഗൈൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് നോൺ വയലൻസ് ആൻഡ് ഹാം അവർ കോസ്. ഇത് ശരിയല്ല. കാര്യം ഗാന്ധിജി ഖിലാഫത്ത് എന്ന് പറഞ്ഞൊരു സമരം നിസ്സഹകരണമായിട്ട് കൂട്ടിക്കെട്ടിയ സമയമാണ്. ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർ ഓട്ടോമാൻ എംപയർ, തുർക്കിയിലെ ഓട്ടോമാൻ എംപയറിനെ നിഷ്കാസനം ചെയ്തു. അപ്പം അത് ലോകമെമ്പാടുള്ള മുസ്ലിമർ അവരെ കാലിഫയെ ബ്രിട്ടീഷുകാർ പറിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ഈ ഹമാസ് പ്രശ്നം പോലെയൊക്കെ ഉള്ളു. ഇവിടുത്തെ 1 കിലോ അരിയോ തുണിയോ അല്ല പ്രധാന പ്രശ്നം. ഇതാണെങ്കിൽ കാലിഫ പോയി, പിന്നെ ബാഗ്ദാദി കൊല്ലപ്പെട്ടു, പിന്നെ അവിടെ അൽ അക്സ പള്ളിയുടെ പെയിന്റ് പോയി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം നടത്തുകയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സഹകരിക്കാതിരിക്കുക, ടാക്സ് അടയ്ക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സാധനം. ഇങ്ങനെയാണ് മുസ്ലിംസ് ഇതിനോട് യാതൊരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു. മുസ്ലിങ്ങളുടെ ഖലീഫ ആരാന്ന് പോലും അറിയില്ല. ഖലീഫ എവിടെ, തുർക്കി എവിടെയെന്നറിയില്ല, ഖലീഫ ആരാന്നറിയില്ല. അവർക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട്. ആ വിഷമം അങ്ങ് ആവാഹിച്ചെടുത്തു ഇദ്ദേഹം. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മൂവ്മെന്റ് തുടങ്ങി. ഖിലാഫത്തിനെ നിസ്സഹകരണത്തോടെ കൂട്ടിച്ചേർത്തു. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ആണ്. രാഷ്ട്രീയവും മതവും തമ്മിലുള്ള വിഘടനമാണ്, വിച്ഛേദനമാണ് സെക്യുലറിസം. സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് റിലീജിയൻ ഇല്ലെന്നാണ്. ഗാന്ധിജി ചെയ്തത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഹി വാസ് ഫോഴ്സ്ഫുള്ളി മിക്സിംഗ് റിലീജിയൻ വിത്ത് പൊളിറ്റിക്സ്.
അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത. ഇന്ന് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു ഏതോ ഹീബ്രു ലാംഗ്വേജിലൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന്റെ കാരണം ഇതാണ്. ഇന്ത്യ can never have secularism in its political veins unless we discard Gandhi or Gandhian ideology. Bad അല്ല, വേഴ്സ് ആണ്, ഓർ ദ വേഴ്സ്റ്റ് ആണ്. സി എന്താണ് സെക്കുലറിസം? സെപ്പറേറ്റ് ചർച്ചും റിലീജിയനും സ്റ്റേറ്റും രണ്ട്. ഇവിടെ എന്താ ഗാന്ധി ചെയ്യുന്നത്? അവിടെ കിടക്കുന്ന ചർച്ച ഒരു കാര്യമില്ല, ഖലീഫ മതവിഷയമാണ്, അതെടുത്തുകൊണ്ട് വന്നിട്ട് ദേശീയത, സ്വാതന്ത്ര്യം, പൊളിറ്റിക്കൽ വിഷയമായിട്ട് ചേർത്തിട്ട് രണ്ടുകൂടെ ചേർത്തുകൊണ്ട് പോവുക. ഇമാതിരി ഒരു അതിക്രമം ലോകത്ത് ആരും ചെയ്തിട്ടില്ല. സെക്കുലറിസം അല്ല, സെക്കുലറിസത്തിന്റെ വിപരീതം. മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടണം. പുള്ളി പറഞ്ഞില്ല, മുസ്ലിങ്ങളെ ആ ഒരു വിഷയത്തിൽ ചില സിനിമയിലൊക്കെ ആണല്ലേ, നീയും കൂടെ വാടാ, ഇത് നടക്കുകയാണെന്നെ നിനക്ക് അവളെയും കിട്ടും, എനിക്ക് വീട് മോട്ടിക്കാന്നൊക്കെ പറഞ്ഞ ചില സിനിമയിലൊക്കെ പ്ലോട്ടുകൾ കണ്ടിട്ടില്ലേ? ഞാൻ എൻ്റെ കൂടെ കുട്ടിയെ അതിനകത്ത് അവിടുത്തെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ കഥകൾ അതേ കണക്ക് കൊണ്ടുപോകുകയാണ്. മുസ്ലിങ്ങളെ ഒന്ന് വിമർശിച്ചപ്പോൾ എങ്ങനെയാണിത് മുസ്ലിം നേതാക്കൾ സ്വീകരിച്ചത്? അവരംഗീകരിച്ചില്ല. എന്തോ അത് വിശ്വസ്തനും വിനീതനും വിധേയനുമായിട്ടുള്ള ഒരാളായിട്ട് മാത്രമേ ഗാന്ധിയെ അവർക്ക് വേണ്ടൂ. അല്ലാതെ എന്തെങ്കിലും ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ പ്രതികരിക്കും. അതാണ് അവിടെ നടന്നത്. അലി ബ്രദേഴ്സ് തന്നെ പറഞ്ഞു, ഗാന്ധിസ് കണ്ടംനേഷൻ ഓഫ് മോപ്ല വയലൻസ് ബ്രേക്സ് അവർ യൂണിറ്റി. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഖിലാഫത്തുമായിട്ടൊക്കെ വന്നിട്ട് നിങ്ങളിപ്പോൾ ഞങ്ങൾ വയലൻസ് വരുന്നതിനെ അതിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ്. ജമാഅത്ത് അൽ ഉലമ ഐ ഹിന്ദോ പോട്ടെ, അവർ മുസ്ലിം ക്ലറിക്കൽ ഓർഗനൈസേഷൻ ഓൾസോ സപ്പോർട്ടഡ് ദ മോപ്ലാസ്, പോർട്രേയിങ് ദം ആസ് മാർട്ടേഴ്സ് ഹു ഹാഡ് ഫോട്ട് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പൊരുതിയ രക്തസാക്ഷികളാണെന്നാണ് ജമാഅത്ത് അൽ ഉലമ ഹിന്ദു പറയുന്നത്. ഗാന്ധി പറയുന്ന അവർ അംഗീകരിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊക്കെ കൂടെ പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒരുമാതിരിയില്ല, ആ വർത്താനം പറയരുത്. അതുപോലെ നമ്മുടെ ഖിലാഫത്തിലെ മുഹമ്മദ് അലി, ഷിയാഖത്ത് അലിയും ഇവർ രണ്ട് ബ്രദേഴ്സ് ആണല്ലോ. അദ്ദേഹം പറഞ്ഞു 1921, the Moplas rose against the British tyranny and the landlords who supported it. അവർ ഹിന്ദുക്കളെയൊന്നും അല്ല കൊന്നത്, അവരവിടുത്തെ ജന്മികൾക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയാണെന്ന്. ഈ നരേറ്റീവ് നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടോ? ഇത് ഇവിടെ നിന്ന് വരുന്നതാണ്. their actions were protest not crime. അതൊരു പ്രതിഷേധമാണ്, അല്ല ക്രൈമൊന്നും അല്ല. എന്താ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നിങ്ങൾ ഐക്യം കൂടെ തകർക്കുന്നല്ലോ. അതുപോലെ തന്നെ ഹസ്രത് മൊഹാനി, അദ്ദേഹമൊക്കെ വലിയ കവിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഈ മാപ്പിളമാരെ എങ്ങനെ ചെയ്യാതിരിക്കും, അതൊരു ദാറുൽ ഹർബാണ് എന്ന് പറഞ്ഞാൽ എനിമി ഒപ്രസേഴ്സിന്റെ നാടാണ്. ഒരിടത്ത് ബ്രിട്ടീഷുകാർ ഒപ്രസേഴ്സ്, വേറെ ജന്മിമാർ ഒപ്രസേഴ്സ്, മൊത്തം ടോട്ടൽ ഓപ്പറേഷൻ, പിന്നെ അവരെന്ത് വേണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാപ്പിള റോസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ടിറണി ആൻഡ് ദെയർ ആക്ഷൻസ് ദോ വയലന്റ് വേർ ദ ക്രൈ ഫോർ ജസ്റ്റിസ്. അത് നീതിക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിലായിരുന്നു മലബാറിൽ നടന്നത്. അല്ല ഗാന്ധി പറയുന്നോണം മാപ്പിള എക്സസ് ഒന്നും അല്ല എന്നാണ്. മൗലാന ഹസ്രത് മൊഹാനി ആർഗ്യൂഡ് ദാറ്റ് മാപ്പിളാസ് വെർ റൈറ്റ് ഇൻ വേജിംഗ് ജിഹാദ് അഗൈൻസ്റ്റ് ദോസ് they saw as oppressors, including Hindus who sided with the British. ആരെങ്കിലും ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ടാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കൂടെ ഖിലാഫത്ത് കൂട്ടിക്കെട്ടുന്നു, ബെൻസുകാരൻ്റെ പുറകെ കാളവണ്ടിയും കൂടെ കൂട്ടിക്കെട്ടുക, എവിടെങ്കിലും വെച്ച് സെപ്പറേഷൻ ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഈ മാപ്പിള ലഹളം ഉണ്ടാകുന്നത്. അവർ ഈ മതപരമായ ലാംഗ്വേജ് വെച്ച് അതിനെ അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഗാന്ധിജി എനിക്ക് വയ്യേ, മിക്സിംഗ് റിലീജിയൻ. ഖിലാഫത്തിനെ കുറിച്ച് ഗാന്ധി പറഞ്ഞ 2-3 കാര്യങ്ങൾ കിട്ടും. 19 അദ്ദേഹം പറഞ്ഞത്, ഖിലാഫത്ത് ഈസ് അജിറ്റേഷൻ ഈസ് എ സേക്രഡ് കോസ്, ദിവ്യമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദ കോസ് ഓഫ് ഫ്രീഡം ഫോർ ഓൾ ഇന്ത്യ. ഇതുണ്ടെങ്കിൽ ഇന്ത്യക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടുന്നു. ഏതാ? തുർക്കി സുൽത്താനെ ബ്രിട്ടീഷുകാരെ അവിടുന്ന് മാറ്റിയതിന്, ബ്രിട്ടീഷുകാർ ക്രൈം ചെയ്തു എന്ന് പറഞ്ഞ് നടത്തുന്ന സമരം, ഇന്ത്യക്ക് മൊത്തം സ്വാതന്ത്ര്യം കിട്ടാൻ എനിക്കറിയില്ല അതെങ്ങനെയാണ് അതിൻ്റെ വഴിയെന്നറിയില്ല, റൂട്ട് മാപ്പ്. ഇറ്റ് ഈസ് നോട്ട് മിയർലി എ മുസ്ലിം കോസ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു മുസ്ലിം കോസ് അല്ല, അത് എല്ലാ ഇന്ത്യക്കാരുടെയും കോസാണ്, എല്ലാ ഇന്ത്യക്കാരുടെയും കോസാണ്. പിന്നെ അതുപോലെ പറഞ്ഞു, ഐ വുഡ് റാദർ സീ മൈസെൽഫ് ഡിസ്ട്രോയിഡ് ദാൻ അലോ കാലിഫേറ്റ് ടു ബി ഡിസ്ട്രോയിഡ്. കാലിഫയുടെ ഭരണം അതില്ലാതാകുന്നതിന് പകരം ഞാൻ മരിക്കുന്നതാണ് നല്ലത് ഗാന്ധി പറയുകയാണ്. എന്നെ ഞാൻ കൊന്നേരം, പിന്നെ എന്തിനാണ് ആ കാലിഫേറ്റ് ഇല്ലാത്ത ലോകത്ത് ജീവിക്കുന്നത്? 1919 19 തന്നെ അദ്ദേഹം യങ് ഇന്ത്യയിൽ എഴുതിയതാണ്. To destroy would be an injustice and it would affect not just Muslims but the humanity as a whole. കാലിഫേറ്റ് ഇല്ലാതാവുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം, മാനവികതയാകെ മരിക്കും എന്നാണ് അദ്ദേഹം. ഇമാതിരി ഭയങ്കര സ്നേഹവും കരുണയും എന്തോ അദ്ദേഹം കാണിക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഞാനിനി എന്താണം, അലിഞ്ഞലിഞ്ഞങ്ങ് ഇല്ലാതാകണമോ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കും.